അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു ബൈക്കിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാവരും വണ്ടിയുടെ ചാവി, കീ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫോൺ എപ്പോഴും മിക്കവാറും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യാൻ പറ്റും. ഒന്ന് മിസ് കോൾ അടിച്ച് തന്നെ നമ്മുടെ ഫോൺ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ഒരു കീ വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെ കുറച്ചുകൂടെ കൊണ്ടു നടക്കാനും നമ്മളെപ്പോഴും ഫോൺ കയ്യിലൊക്കെ കരുതുന്നതുകൊണ്ട് തന്നെ അത് മറന്നു പോകാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആയതുകൊണ്ട് ചിലപ്പം പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളെല്ലാം ക്ഷമിച്ച് സഹിച്ചിരുന്ന് കാണുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് മറുപടിയോ അല്ലെങ്കിൽ സൊല്യൂഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എന്നെക്കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടുക. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബൈക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബൈക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ HC05 എന്നുള്ള ബ്ലൂടൂത്ത് മൊഡ്യൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കൺട്രോൾ മോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ ഫോണിൽ തന്നെ സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്, ഇഗ്നിഷൻ ഓൺ. അപ്പോൾ അത് ഇഗ്നിഷൻ ഓൺ ആകും. എന്നിട്ട് സ്റ്റാർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാകും. എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് തന്നെ 4 ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹസാർഡ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കാം. അതുപോലെ തന്നെ അത് ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി ഹെഡ്ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇപ്പം കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഹോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഫോണിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്ക് ഈ ഫോണിൽ തന്നെ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബൈക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ കീ വെച്ചിട്ടുണ്ട്. കീ ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇഗ്നിഷൻ ഓഫ് ആക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തു നിന്ന് ഈ കീകളിലേക്ക് ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സ്വിച്ചിൻ്റെ 2 ടെർമിനലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഈ റിലേസ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റിലേസ് ഓൺ ആകുമ്പോഴത്തേക്കും ആ സ്വിച്ചുകൾ അവിടെ തന്നെ ഓൺ ആയിക്കോളും. അപ്പോൾ റിലേസിനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു ഓർഡിനോ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഓർഡിനോ ബോർഡിനെ ബ്ലൂടൂത്ത് വഴി ലിങ്ക് ചെയ്യുന്നതിന് നമ്മളൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 2 സോഴ്സിന് അല്ലെങ്കിൽ ഈ 2 ഡിവൈസിനെ നമ്മൾ നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററിയോട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈക്കിന് ബാറ്ററി വരുന്നത് 12 വോൾട്ടാണ്. അത് നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ചിട്ട് ഒരു 5 വോൾട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഈ 2 ഡിവൈസിന് വേണ്ടി വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റിൽ പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓർഡിനോ ബോർഡ് നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഓർഡിനോ യുനോ എന്ന് പറഞ്ഞൊരു ബോർഡാണ്. ഏകദേശം 350 തൊട്ട് പല വിലയ്ക്കും കിട്ടുന്നുണ്ട്. ഏകദേശം 1000 രൂപ വരെയുള്ള ബോർഡുകളുണ്ട്. ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ മൈക്രോ കൺട്രോളർ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ കമ്പോണൻ്റാണ് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് HC05 എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇതിന് ഏകദേശം 350 രൂപയ്ക്ക് അടുത്ത് വില വരും. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പം ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് വഴി കിട്ടുന്ന ഡാറ്റകൾ നമ്മുടെ ഓർഡിനോ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വേറൊരു കമ്പോണൻ്റാണ്, ഇതൊരു റിലേ ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ എന്ന് പറയും. ആക്ച്വലി ഇതൊരു സ്വിച്ചാണ്. നമ്മൾ ഈ സ്വിച്ച് സാധാരണ സ്വിച്ച് പോലെ തന്നെ, പക്ഷേ ഈ സ്വിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഈ 2 ടെർമിനലും, അതായത് ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാം, ഈ സൈഡിൽ 3 ടെർമിനലുണ്ട്. അതിൽ ഏറ്റത്തെ 2 ടെർമിനലിൽ നമ്മൾ ഒരു 12 വോൾട്ടിനടുത്തുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആകുന്നതായിരിക്കും. അപ്പം ഇതിപ്പം 12 വോൾട്ടിൻ്റെ ഒരു റിലേ ആണ്. ഇതുപോലെ പല വോൾട്ടിൻ്റെ കിട്ടും, 5 വോൾട്ടിൻ്റെ ഒക്കെ കിട്ടാറുണ്ട്. 5 വോൾട്ട് 24 വോൾട്ടിൻ്റെ ഒക്കെ റിലേസ് ഉണ്ട്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ സെൻറ്ററിൽ ഈ ടെർമിനൽ, അതായത് ഈ 3 ടെർമിനൽ കാണുന്ന സെൻറ്ററിലെ ടെർമിനലും ഈ ടെർമിനൽ ഏതെങ്കിലും ഒരു ടെർമിനലുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. അതുപോലെ മറ്റേ ടെർമിനലുമായിട്ട് കണക്ഷൻ ഉണ്ടാകത്തില്ല. ആ സമയത്ത് നമ്മൾ ഇതിൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 ടെർമിനലും ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന 2 ടെർമിനലിലേക്ക് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓഫായിരിക്കുന്ന ടെർമിനൽ ഓൺ ആകുകയും
ഓണായിരിക്കുന്ന ടെർമിനൽ ഓഫ് ആവുകയും ചെയ്യും. ഇതാണ് നമ്മുടെ 3 പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്. ഒന്ന് ഓർഡിനോ, പിന്നെ ഒന്ന് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂള്, പിന്നുള്ളത് നമ്മുടെ റിലേ, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ സ്വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഈ ഓർഡിനോ ബോർഡ് എങ്ങനെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ഡാറ്റ കേബിൾ വേണം. ഡാറ്റ കേബിൾ ബി ടൈപ്പ് ആയിരിക്കണം. ബി ടൈപ്പ് ഡാറ്റ കേബിളിലൂടെ മാത്രം നമുക്കിത് പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മേടിക്കുമ്പോൾ ഈ ബി ടൈപ്പ് ഡാറ്റ കേബിൾ എന്നോട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. USB പോർട്ട് USB കമ്പ്യൂട്ടറിൻ്റെ USB കണക്ട് ചെയ്തു. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ LED കത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിപ്പം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പവർ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് സിസ്റ്റത്തിൽ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓർഡിനോ യൂനോ ഓൺ COM4 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. COM4 കാണിക്കുന്നുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ടൂൾസിനകത്ത് നമ്മുടെ പോർട്ടിനകത്ത് നോക്കിയാലും അതേ ബോർഡ് തന്നെ കാണിക്കും. COM4 ബോർഡുണ്ടെന്നാണ് കാണിക്കും. ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ ബോർഡുണ്ടെങ്കിൽ ആ ബോർഡിലെല്ലാം ഇവിടെ കാണിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് ടൈപ്പ് ബോർഡാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ഓർഡിനോ യുനോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഓർഡിനോ യുനോയുടെ ബോർഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന റൈറ്റിലേക്കുള്ള ബട്ടൺ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള പ്രോഗ്രാം നമ്മുടെ ഓർഡിനോയിലേക്ക് അപ്ലോഡ് ചെയ്യും. കോഡിനകത്ത് 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് നമ്മുടെ ഈ കോഡിനകത്ത് ഇഗ്നിഷൻ പിന്ന്, എഞ്ചിൻ ഓൺ, 4 ഇൻഡിക്കേറ്റർ, അങ്ങനെ പല പിൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഓർഡിനോ ബോർഡിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 0 മുതൽ 13 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറുകളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ 12ാമത്തെ പിന്നിൽ ഇഗ്നിഷൻ പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. 11ാമത്തെ എഞ്ചിൻ ഓൺ, 4 ഇൻഡിക്കേറ്റർ, 10ാമത്തെ പിന്ന്, ഹെഡ് ലാമ്പ് 9. അങ്ങനെ നിങ്ങൾക്ക് ഈ 0, 1 ഒഴിച്ചിട്ട് 2 മുതൽ 13ാമത്തെ പിൻ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയും കണക്ട് ചെയ്യാം. ഏതൊക്കെ പിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ കൊടുത്തേക്കുന്ന പിന്നാണ് വേണം നിർബന്ധമില്ല. പക്ഷേ 0, 1 നമ്മൾ ഒഴിച്ചിടും. അതിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ 2 പിന്നുകളുണ്ട്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ 0, 1 ഒഴിവാക്കാം. ഈ പ്രോഗ്രാമിനകത്ത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ഓട്ടോ ഓഫ് മോഡ്. ഈ ഓട്ടോ ഓഫ് മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കും മൊബൈൽ ആപ്പായിട്ട് കണക്ഷൻ ആയില്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ കണക്ഷൻ ആയില്ലെങ്കിൽ ബ്ലൂടൂത്ത് തന്നെ ഓഫായി പോകും. കാരണം നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് വെറുതെ കുറേ നേരം ഓണാക്കിയിട്ടിരുന്ന് അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആകാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ എൻജിൻ സ്റ്റാർട്ട് ആയില്ലെങ്കിലും നമ്മുടെ ബ്ലൂടൂത്ത് ഓഫായി പോകും. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഒന്ന്, നമ്മുടെ ഇഗ്നിഷൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ഓൺ ആക്കാനായിട്ട് ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. 1111 എന്നൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പാസ്വേഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. അതെവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത്. അതേപോലെ തന്നെ ഇഗ്നിഷൻ ഓഫ് ആക്കാനുള്ള പാസ്വേഡ്, അതായത് കീ ഓഫ് ആക്കാനുള്ള പാസ്വേഡ്, അതും നിങ്ങൾക്ക് വ്യത്യാസം വരുത്തും. ഞാൻ ജസ്റ്റ് 0000 എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പാസ്വേഡും അത് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അപ്പം ഈ പാസ്വേഡുകളാണ് നമ്മൾ പ്ലേ സ്റ്റോറിലെ ആപ്പിലൊക്കെ സെറ്റ് ചെയ്യുമ്പം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. വേണമെങ്കിൽ 1 2 3 4 5 6 എന്ന് 6 ഡിജിറ്റ് നമ്പറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളത് ഓർത്ത് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചില ആപ്പുകളിൽ സേവ് ആയിക്കോളും തന്നെ. ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ഉള്ളത് ഒന്ന്, ഒരു ഓണർ ആക്സസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്ലൂടൂത്ത് ഓഫായി കഴിഞ്ഞാലും സാധാരണ ഈ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബൈക്ക് ഓഫായി പോകും. അതായത് ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് വിട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ബൈക്ക് ഓഫായി പോവുകയാണെങ്കിൽ അതങ്ങനെ ചെയ്തേക്കുന്ന. ഇപ്പോൾ നമ്മുടെ ആക്സിഡൻറ്റിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഓണായി കഴിഞ്ഞു. അപ്പം എൻജിൻ ഓണാക്കി ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ആ റേഞ്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് വണ്ടി തന്നെ ഓഫായി പോകും. അങ്ങനെ ഓഫാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. ഈ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ബ്ലൂടൂത്ത് ഓഫായി പോയി കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അലാറം മെസ്സേജ് തരും. ആ അലാറം കഴിയുമ്പോഴത്തേക്ക് വണ്ടി തന്നെ ഓഫാകും. അതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ 1 മിനിറ്റ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് ആക്കാം. 30 സെക്കൻഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 30 സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 60 മാറ്റിയിട്ട് 30 ആക്കിയാൽ മതി. ഏറ്റവും ഫസ്റ്റ് 2 ഡിജിറ്റ്. അപ്പം ഇത് 60 മാർക്ക് 30 ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ് മാത്രമേ സമയം കിട്ടത്തുള്ളൂ വണ്ടി
ഒന്ന് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലൂടൂത്ത് ഓഫായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു സേഫ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കുമ്പോഴത്തേക്കും വേറെ ആരും വണ്ടി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഈ ആപ്പിനെക്കുറിച്ച്, ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യാം, ഈ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സർക്യൂട്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ബൈക്കിലെ ബാറ്ററി, അതായത് 12 വോൾട്ട് ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത പാർട്ട് ഈ 7805 IC ആണ്. നമ്മുടെ 12 വോൾട്ടിനെ 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു IC ആണ്. ഈ IC എന്ന് വരുന്ന ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഓർഡിനോ യുനോ ബോർഡും അതേപോലെ തന്നെ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂളും പവർ അപ്പ് ചെയ്തേക്കുന്നത്. അടുത്ത പാർട്ട് ഈ 12 വോൾട്ട് റിലേ ആണ്. 12 വോൾട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബൈക്കിലേക്ക് ഡയറക്റ്റ്, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ 5 വോൾട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് 7805 വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീടുള്ളത് നമ്മുടെ ഒരു ഡയോഡാണ്. ഇതിൽ ഇൻഡക്ഷൻ കാരണം ഹൈ EMF ഒന്നും ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടായത് ബ്ലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. 1N4007 എന്നൊരു ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് BC547 ട്രാൻസിസ്റ്റർ. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്വിച്ചായിട്ടാണ്. അപ്പോൾ ആ സ്വിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ കണക്ട് ചെയ്തേക്കുന്നത്, അതായത് 1K റെസിസ്റ്റർ വഴി ബേസിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന പിന്നിൽ കൂടെ, അല്ലെങ്കിൽ ആ ലൈനിൽ കൂടെ വോൾട്ടേജ് കറണ്ട് വരുമ്പോൾ മാത്രമേ അതൊരു സ്വിച്ചായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. ഈ റിലേ 12 വോൾട്ട് റിലേയുടെ ഔട്ട്പുട്ടാണ്. 12 വോൾട്ട് റിലേയുടെ ഔട്ട്പുട്ട് നേരെ പോയേക്കുന്നത് നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ചിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കീ ഇട്ട് ഓണാക്കുന്ന ആ ഒരു പോർട്ടിലേക്കാണ് ഇത് പോയേക്കുന്നത്. അതായത് ഈ ഒരു 12 വോൾട്ട് റിലേ ഓണായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച് ഷോർട്ടായി പോകും. അങ്ങനെ നമ്മുടെ വണ്ടി ഇഗ്നിഷൻ ഓൺ ആകുന്നത്. അതേപോലെ തന്നെ അടുത്ത റിലേ കണക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചിലേക്കാണ്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഈ 12 വോൾട്ട് റിലേ ഓൺ ആകുന്നത്, അപ്പോൾ നമ്മുടെ സെൽഫ് സ്റ്റാർട്ടും സ്റ്റാർട്ടാകും, അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ടാകുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ റിലേ ഉപയോഗിച്ചിട്ട് നമ്മുടെ കീസും അല്ലെങ്കിൽ ഓരോ ബട്ടൺസുകളെയും ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിലെ HC05 എന്നുള്ള ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിൻ്റെ VCC എടുത്തിട്ട് നമ്മൾ ഓർഡിനോയുടെ 5 വോൾട്ടിലേക്ക് കൊടുക്കും. അതുപോലെ ഗ്രൗണ്ട് എടുത്ത് നമ്മുടെ ഓർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് തന്നെ കൊടുക്കും. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് പിൻ എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അവസാനം കാണുന്ന സ്റ്റേറ്റ് പിൻ എടുത്തിട്ട് നമ്മൾ A0 എന്ന് പറഞ്ഞ പിന്നിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതേപോലെ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ RXും TXും പിന്നുകളാണ്. അതായത് ഓർഡിനേന്ന് വരുന്ന RXും TXും പിന്നുകൾ നമ്മൾ HC05 കണക്ട് ചെയ്യുമ്പോൾ അത് നേരെ തിരിച്ച് വേണം കൊടുക്കാൻ. അതായത് ഓർഡിനേന്ന് വരുന്ന RX പിന്ന് HC05 എത്തുമ്പോഴത്തേക്കും അത് TX പിന്നിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓർഡിനേന്ന് വരുന്ന TX പിന്ന് ഏത് പിന്നാണോ എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് RX ആണെങ്കിൽ TXിലേക്കും, TX ആണെങ്കിൽ RXിലേക്കും നേരെ തിരിച്ച് വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കണക്ഷനിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ BC547 ട്രാൻസിസ്റ്ററിൻ്റെ ബേസി എന്ന് പറയുന്ന ലൈൻ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് 12ാമത്തെ പിന്നാണ്. ആ 12ാമത്തെ പിന്നിലേക്ക് കൊടുക്കാൻ കാര്യം നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ പിന്നാണ് നമ്മൾ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓണാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിന്ന് 11 നമ്മൾ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പിന്നിലേക്ക് തന്നെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, മറുപടി തരാം. അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് തരാം, എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള കണക്ഷൻ, അതായത് നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ അതേപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒക്കെ കണക്ഷൻസാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ നിന്നുള്ള കണക്ഷൻ, അതായത് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെയും അതേപോലെ ഇഗ്നിഷൻ ഗിയർ, 4 ഇൻഡിക്കേറ്റർ, ഇതിൻ്റെയൊക്കെ കണക്ഷൻ നമ്മൾ ഈ ഒരു കേബിൾ വഴി, ബ്ലാക്ക് കേബിൾ വഴി 3 കോർ വയറാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ കേബിൾ വഴി നമ്മുടെ വണ്ടിയുടെ പുറഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓർഡിനോ ബോർഡും സർക്യൂട്ടെല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇഗ്നിഷൻ ഓണായി. അടുത്തത് ഫോർ ഇൻഡിക്കേറ്റർ എത്രയാണ്? 104.
104. അവസാനമായിട്ട് പറയാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് ആപ്പ് സെറ്റ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ആപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഓർഡിനോ ബ്ലൂടൂത്ത് കൺട്രോളർ എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്ലൂടൂത്ത് ഓണാക്കാൻ ചോദിക്കും. ബ്ലൂടൂത്ത് ഓണായി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് HC05 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെയർ ചെയ്തിട്ട് നിങ്ങൾ കൺട്രോളർ മോഡിലേക്ക് പോവുക. ഓക്കെ, കൺട്രോളർ മോഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ ആയിരിക്കും കാണുന്നത്. ഇപ്പം ഡിവൈസ് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കൺട്രോൾസ് ഒന്നും കാണിക്കാത്തത്. ഇപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഗിയർ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ സെറ്റിങ്സിൽ കയറി എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ആ പ്രോഗ്രാമിൽ എഴുതിയ പാസ്വേഡ് കൊടുക്കുകയാണ്. ഇപ്പം എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത പാസ്വേഡ് 2222 ആണെന്ന് തോന്നുന്നു. നമ്മളത് പ്രോഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വണ്ടിയുടെ ഇഗ്നിഷൻ ഓണാക്കാൻ നമ്മൾ കൊടുത്ത പാസ്വേഡ് 1111 അത് കൊടുത്തിട്ട് ടിക്ക് പ്രസ് ചെയ്യുക. അപ്പം അത് സെറ്റായി കഴിഞ്ഞു. അതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാസ്വേഡ് 2222 അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻജിൻ ഓഫ് ആകാനുള്ള നമ്മൾ പാസ്വേഡ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓഫ് ആകാനുള്ള പാസ്വേഡ് കൊടുത്തിരുന്നത് 00 ആണ്. അതും ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലൂടൂത്ത് ആപ്പ് സെറ്റായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആപ്പ് ഞാൻ ആദ്യം വീഡിയോ കാണിച്ച പോലെ തന്നെ നിങ്ങളുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ബൈക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം.